ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ചയാണ്. ഞാനും മക്കളും ഹസ്ബൻഡും കൂടെ ചെറിയൊരു അടുത്തുള്ളൊരു സ്ഥലമാണ്, നെടുമ്പാറയെന്ന് പറയും. ആ സ്ഥലത്തേക്ക് പോവാ. ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു സ്ഥലമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കാണിച്ചു തരാവേ, നോക്കിക്കാണേ. എനിക്കിതിൻ്റെ ക്യാമറ തിരിക്കാനായിട്ടുള്ളത് നോക്കട്ടെ. മരിയ, ഒരു മിനിറ്റ്, ഇതൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ക്യാമറ എങ്ങനെയാവും ഞാൻ തിരിക്കുന്നേ? സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. ഇതാ എൻ്റെ മൂത്ത മകളെ മരിയ കാണിച്ചു തരും. അതല്ല, ഒരു മിനിറ്റേ. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ആണെങ്കിൽ ഇരിക്കാനായിട്ടൊരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചെയറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ പാറയുടെ ഏറ്റവും ടോപ്പ് വശം. ചുറ്റിനും പാറ, മരങ്ങൾ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുന്നു. ഇന്നേ ദിവസം ഇവിടെ വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി, ഇരട്ടിച്ചു. അതെനിക്കറിയില്ല മോനെ, അതേതാണ്. വേണ്ട, അവിടെ ഒരു മലയിൽ അവിടെ ഇഷ്ടംപോലെ ആൾത്താമസം ഉള്ളതാണ്. കൃഷി സ്ഥലങ്ങളാണ് കാണുന്നത്. എൻ്റെ ചെറുത് അത് ഭയങ്കര എന്നെക്കാട്ടിലും അപ്പുറം പിന്നെ വീഡിയോഗ്രാഫറാണ്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് പോക്കുണ്ടോ? ആള് ആണോ? ഓ, ഇവിടെയാണോ കപ്പ കൊണ്ടുവന്നിട്ടേ? പണ്ട് നമുക്ക് കപ്പ കൃഷി ഉണ്ടായിരുന്നേ. അപ്പോൾ കപ്പ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് കപ്പ വാട്ടിയിട്ട് ഇവിടെയാണ് കൊണ്ടുവന്ന് ഇട്ടിരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതാ വേറൊരു സ്ഥലം കാണിച്ചു തരാവേ. ഇതൊരു പാറമടയായിരുന്നു. ഇപ്പം അവിടെ നിറച്ചും വെള്ളം ആണ്. ഇതുണ്ടോ, നിറച്ചും വെള്ളമാണ്, കാണത്തില്ലേ? ഓക്കെ, ഇതുണ്ടോ, ഇത് ഉഴവൂരുള്ളവരൊക്കെ കാണണം കേട്ടോ. ഇതുണ്ടോ, ഉഴവൂർ കോളേജ്, പള്ളി, ഇതൊക്കെയാണ് അപ്പുറത്തെ മലയിൽ കാണാൻ പറ്റുന്നത്. വേണ്ട, ഉഴവൂർ പള്ളിയുടെ കുരിശ് വേണ്ട. ഉഴവൂരിൻ്റെ ഹൃദയഭാഗങ്ങളെല്ലാം ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. താഴെയാണെങ്കിൽ അതേണ്ട പാറമടയായിരുന്നു. അവിടെ ഇപ്പം വെള്ളം നിറച്ചും കിടക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. ഈ പാറയിലാണ് നെടുമ്പാറ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നത്. എന്നെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ശരിക്കും ഇപ്പം 17 വർഷം കഴിഞ്ഞു. പക്ഷേ 17 വർഷമായിട്ട് ഇപ്പോഴാണ് എനിക്ക് ഈ നെടുമ്പാറ കാണാൻ പറ്റിയത്. ഓ, നഷ്ടപ്പെട്ടു പോയി. വലിയ പാറമടയായത് വെട്ടുകല്ലേക്കാരുടെ സ്ഥലമാണ്. അതെയോ? വെട്ടുകല്ലെ മത്തായി ചേട്ടൻ്റെ മാനസീസറാണ് ഇപ്പം പാറമട നടത്തുന്നത്. അതെയോ? അതെ, ഇത് ഈ കാണുന്ന പാറയില്ലേ, ഇതാണ് ആനക്കല്ല് പാറയെന്ന് പറയുന്നത് കേട്ടോ. ആനക്കല്ലായി പോയെന്നാണ് ഇവിടെ മിത്തായിട്ട് പറയുന്നത്. അങ്ങോട്ടും പോകാൻ പറ്റുമെന്നാണ് ചേട്ടായി പറഞ്ഞത്. ഇവിടെയൊക്കെ വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ഉണ്ടോ താഴെ പോയാൽ പ്രശ്നമാവും. എന്നുണ്ടോ, വേലി കെട്ടി വെച്ചിട്ടുണ്ട്. ഓ, ഇവിടെയൊക്കെ നല്ല നീണ്ട പാറകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ ഈ പാറമട എൻ്റെ കുളത്തിൻ്റെ അടുത്തൂടെ കുറച്ചുകൂടെ വരാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഭയങ്കര വലിയ പാറമടയായിരുന്നല്ലോ. നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ടോ, വലിയ ഒരു പാറമടയായിരുന്നു. അതിനകത്ത് ഇവിടെ എൻ്റെ ചെറുതും വന്നിരുന്ന് വീഡിയോ പിടിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം ഇതുപോലെ ഒരു ഔട്ടിങ് വരാനായിട്ട് പറ്റിയത്. നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ.
എന്നാലും ഇവിടെ എത്തിപ്പോയപ്പോഴത്തേക്ക് പുറത്ത് നമ്മൾ ഈ രാമക്കൽമേടോ അങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയി എന്താ ഇത് കാണാനായിട്ട് പോയൊരു പ്രതീതിയുണ്ട് കേട്ടോ. വളരെ നല്ലതാണ്. ഉഴൂരുള്ളവർക്ക് ഇതൊക്കെ പലർക്കും അറിയാമായിരിക്കും, പക്ഷെ എന്നാലും എന്നെപ്പോലെ ഇപ്പോൾ 17 വർഷമായിട്ട് ഉഴൂർ വന്നിട്ട് ഈ ഒരു സ്ഥലം കാണാതെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേട്ടായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നെടുമ്പാറയ്ക്ക് പോകാമെന്ന്, പക്ഷെ എനിക്കങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അത് പോകാനായിട്ട് പറ്റിയിരുന്നില്ല. അതാണ്. അപ്പം ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ കണ്ട് ഇന്നത്തെ ദിവസം ഒരു കുറച്ച് സമയം കൂടെ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം പോകത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ദിവസം സന്തോഷപ്രദമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.